ഈശോ മിശിഹായിൽ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം റോസാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഭാഗത്ത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും അതുപോലെ തന്നെ പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനവുമാണ് നമ്മൾ കാണുന്നത്. ഈ വചനഭാഗത്തേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുവാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ വചനഭാഗത്തേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നുവെന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഈ വചനഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഈശോ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു. അപ്പോൾ സാധാരണ പോലെ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതിലെല്ലാം പോയല്ലോ, അതിലെല്ലാം ചുറ്റും നടന്നല്ലോ, അപ്പോൾ ഞാൻ ആരെന്നാണ് ജനങ്ങൾ നിങ്ങളോട് പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, പലതാണ് കർത്താവെ പറയുന്നത്. ചിലർ സ്നാപക യോഹന്നാൻ എന്നാണ് പറയുന്നത്, ചിലർ ഏലിയ എന്ന് പറയുന്നത്. പക്ഷേ കർത്താവിനെ അറിയേണ്ട അതൊന്നും അല്ലായിരുന്നു. കർത്താവ് ഉടനെ തന്നെ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് പറയുന്നത്? അവിടെയാണ് പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ക്രിസ്തുവാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. നമ്മളും ഈശോയെ നീ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, എന്നെ രക്ഷിക്കുവാനുള്ള രക്ഷകനാണ് എന്ന് നമ്മളും ഉറച്ചു വിശ്വസിക്കണം. അടുത്ത ഭാഗം, പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനം. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിക്കേ, ഈ വചനത്തിൽ ഈശോ തന്നെ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ വചനത്തെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാൻ എന്തു ചെയ്യും? മനുഷ്യപുത്രനും പിതാവിൻ്റെയും ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ച് ലജ്ജിക്കുമെന്നാണ് ഈശോ ഈ തിരുവചനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, നമ്മുടെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ ഈശോയെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. എന്തിനാണ് കർത്താവെ എനിക്ക് ഈ കഷ്ടപ്പാട് തന്നത്? എന്തിനാണ് കർത്താവെ എനിക്ക് ഈ ദുഃഖ ദുരിതങ്ങൾ തന്നത് എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ കുരിശും എടുത്ത് തമ്പുരാനെ അനുഗമിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് ആര് നമ്മുടെ കൂടെ വരും? ഈശോ നമ്മുടെ കൂടെ വരും. കർത്താവ് നമ്മുടെ രക്ഷകനായി നമ്മുടെ കൂടെ വരും. ഒരു സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട് ഈശോയെ തള്ളി പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അല്ലെങ്കിൽ സ്വത്തിൻ്റെ പുറകെ പോയിട്ട് ഈശോ വേണ്ട, സ്വത്ത് മതി എന്ന് പറഞ്ഞു പോയിട്ട് എന്താ പ്രയോജനം? നോക്കിക്കേ, ഈ വചനഭാഗത്ത് ഈശോ മിശിഹ നമ്മോട് പറയുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്താണ് പ്രയോജനം ലഭിക്കുക? നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും നമ്മുടെ ആത്മാവ് നശിച്ചു പോയാൽ നമുക്ക് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവനും രക്ഷകനുമായിട്ട് നമ്മൾ ആരെ ഏറ്റുപറയണം? ഈശോയെ ഏറ്റുപറയണം. ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആമേൻ.